വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല അടിപൊളി കുക്കീസ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഓവണൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ കുക്കീസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് 50 ഗ്രാം അളവിൽ ബട്ടറാണ്. അപ്പോൾ ടേബിൾ സ്പൂണിൻ്റെ അളവിൽ പറയുവാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ നമ്മൾ ഒന്ന് റൂം ടെമ്പറേച്ചറിലായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ടാണ് അരക്കപ്പ് അളവിൽ അളന്നെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായ് പൊടി ചേർത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും നല്ലോണം മിക്സായി കിട്ടണം. ഇതുപോലെ ഒരു ക്രീമി ആയിട്ട് കിട്ടുന്നവരെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്താൽ ഗോതമ്പ് പൊടിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളെ ബിസ്ക്കറ്റിന് ഉണ്ടാവും. മൈദപ്പൊടി ആകുമ്പോൾ നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ടൈം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ട് വേണം പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ പാലിൻ്റെ ആവശ്യം ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നോക്കിയിട്ട് വേണം പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ക്രാക്ക് വരുന്ന ആ ഒരു രൂപത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇതുപോലെ നമുക്കൊരു ഷേപ്പ് ആക്കാൻ പറ്റുന്ന ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മളെ മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം എല്ലാ സൈഡിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കി കട്ടറൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബിസ്ക്കറ്റും റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ പാനിലേക്ക് ഡയറക്റ്റ് അതുപോലെ വെച്ച് കൊടുത്താൽ മതി.
ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെയും ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ ഒരു കാഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ട് മോനും കൂടി വന്നിട്ടുണ്ട്. ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പിള്ളേർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാന് നല്ലോണം ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ബിസ്ക്കറ്റ് വെച്ച പാന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പാനിലാക്കുന്നതുകൊണ്ട് ചിലപ്പം ഫ്ലെയിമിൻ്റെ വ്യത്യാസം വരും. അതുകൊണ്ട് 20 മിനിറ്റ് ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ 25-30 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ട് ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് മുകളിലേക്ക് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാനിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടില്ല. പക്ഷേ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്ന അതേ ക്രിസ്പിനെസ്സിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതുപോലുള്ള ബിസ്ക്കറ്റൊക്കെ പുറത്തുനിന്നാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു പ്രിസർവേറ്റീവ് ചേർക്കാണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസം മാത്രം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആക്കുക. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു. ബൈ.